അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റൈലിലുള്ള ഒരു കരിമീൻ മപ്പാസാണ്. അപ്പോൾ അതും കുറച്ച് നമ്മുടെ ഒരു ദിവസത്തെ വിശേഷങ്ങളുമാണ്. അപ്പോൾ നമുക്ക് അതുപോലെ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് ഉമ്മക്കുട്ടി കൊണ്ട് തന്നിട്ടുണ്ട്. നല്ല ചൂടോടൊരു കട്ടൻ ചായയിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആടിനെ കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ എടുത്തതാണ്. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആടിനെ നമ്മൾ മറ്റൊരാൾക്ക് നമ്മൾ വളർത്താൻ കൊടുക്കുകയായിരുന്നു. നമ്മുടെ ആച്ചുകൂട്ടന് ഉമ്മി എനിക്ക് ഇഡ്ഡലിയും ചമ്മന്തിയും വേണ്ട, എനിക്ക് 2 മുട്ടയൊന്ന് റെഡിയാക്കി തരാൻ പറ. അപ്പോൾ മറ്റവർ ഇടാന്നില്ലേ, അപ്പോൾ മറ്റവർ വരുത്തില്ലയോ, അവർക്കും ഇനിയിപ്പോൾ ഒരാളിന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അത് മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3-4 മുട്ട എന്നിതൊന്ന് തുറന്നേ ഉമ്മായി. ഇച്ചിരി കുരുമുളക് പൊടി ഇങ്ങെടുക്കടാ, ഇടടാ, ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് ചുമ്മാ ഒന്ന് ചിക്കി ഇട്ടോ, കുഴപ്പമില്ല, മതി. ചെക്കിയും കൂടെ കൂട്ടി വെച്ചു. വേണ്ട, കരിയാപ്പലയൊന്നും വേണ്ട, ഈ പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമല്ല. പാല് പിന്നെയും പാട ചൂടി. തീ കൂട്ടിയോ? ഇല്ല, ഒരിച്ചിരി ഒരു പൊടി ഇട്ടിഞ്ഞെടുത്തോ. എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നും പറഞ്ഞാൽ ഇടും ഞാനിരിക്കുന്നത്. സത്യം പറഞ്ഞു ഇവരെ എനിക്ക് ഈ പിള്ളേർ കുഞ്ഞു മക്കൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. സത്യം പറഞ്ഞാൽ ഇച്ചിരി തന്നെ കഴിച്ച മോനെ. മതി. ഇതൊന്ന് ചിക്കി എടുത്തേച്ച് അവർക്ക് ഇഡ്ഡലി കൊടുക്കാമല്ലോ. ദോശയുണ്ട്, ഇഷ്ടമുള്ളത് തിന്നട്ടെ. അല്ല, അടിച്ചൊഴിച്ച് അല്ലേ. ചക്കി പിന്നെ വേണമെങ്കിൽ പിള്ളേർക്ക് പിന്നെ എന്തോ ഇതിൻ്റെ അരി കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സുലുവിനൊന്നും ഒഴിവ് കിട്ടാഞ്ഞിട്ടാ. തമ്പുരാനെ എന്തെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ പറയാഞ്ഞെന്താ, അവരൊരു ദിവസം പോലും നിൽക്കുന്നില്ലല്ലോ. വെക്കും കൊള്ളാം. അതെ, ഒന്നും ഒതുങ്ങി. ഇന്നലെയും പോയിട്ട് രാത്രിയിലാണേ വന്നത്. അവരൊന്നും ഒതുങ്ങി ഇവിടെ ഒന്ന് നിന്നാലല്ലേ നമുക്കെല്ലാം ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനാണേ ഏതെല്ലാം ടൈപ്പ് അരി മേടിച്ച് വെച്ചിട്ടുണ്ടെന്നറിയാവോ. കബ്സ, മന്തി എല്ലാം ഉണ്ടാക്കണം. കൊള്ളാം. ഇവരൊന്ന് ഇപ്പം ഇതും കൂടെ പോയി കഴിഞ്ഞാൽ തിരക്ക് തീർന്നല്ലോ. നമ്മള് ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ടാ എന്ത് സൂപ്പർ. എനിക്ക് എങ്ങനെയുണ്ട് പ്ലേറ്റ് എല്ലാം എല്ലാവർക്കും മായി വെച്ചു. എന്ത് സിയ, എന്തിയേ സിയ ഇവിടെ? മോൻ പറഞ്ഞത് ചൂടായില്ലേ? വീണ്ടും മുട്ടയാ? ആച്ചി പറഞ്ഞിട്ട് അമ്മ ഇപ്പൊ ഇത്രയും മുട്ട എടുത്തിട്ട് റെഡിയാക്കിയത്. എന്തോന്നെ? റോൾ ചെയ്ത് തരുമല്ലേ? അപ്പം ഇന്നലത്തെ കുറേ ഇഡ്ഡലിയുടെ മാവിരിപ്പ്, അല്ല ഇഡ്ഡലി ദോശയുടെ മാവിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് ദോശ ഉണ്ടാക്കി, കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കി. മുട്ട കഴിച്ചു വേണ്ട, അവന് ചമ്മന്തി മതി എന്ന് പറഞ്ഞതിന് ചമ്മന്തിയായിട്ട് കൊണ്ടുവച്ചു. അപ്പോൾ കുറച്ച് പേർക്ക് മുട്ടയായിട്ട് മതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കിയത്. എന്നാടി ഓടിപാടി എൻ്റെ പോയിട്ട് പാടി. നിന്നെ ഞാൻ പാലെടുത്ത് കുടിച്ചോ. എന്താടാ
എന്താടാ നീയൊക്കെ പറയുന്നതിനനുസരിച്ച് ഞാൻ താളം കുത്തിയിട്ടാ താപിനടി കൂടെ മോനെ ഒന്ന് കരിമീൻ മപ്പാസ് വെക്കാനുള്ള എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉമ്മക്കുട്ടിതേ. നമ്മുടെ ഉമ്മമോള് വേണ്ട തേങ്ങ തിരുമുന്നു. മപ്പാസിന് വേണ്ട സംഭവങ്ങൾ അടിയിലോട്ടുണ്ട്. കുറച്ച് പൊരിക്കാം, കുറച്ച് മപ്പാസ് വെക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ചിലർക്ക് ഇങ്ങനെ മീൻ മേടിച്ച് കുറേ കൊണ്ടുവരുന്ന ഒരു ഹരമാണ് കഴിച്ചില്ലെങ്കിലും. ഇന്നലെ പോയി പപ്പായും മോനും കൂടെ പോയി ലേലം പിടിക്കുന്ന പോലെ കൊണ്ടുവന്നതാണ്. കുറേ ഉണ്ട്, വെട്ടിയെല്ലാം റെഡിയാക്കി ഫ്രീസറിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. കരിമീൻ മപ്പാസും വെച്ച് കുറച്ച് പൊരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ കക്ക ഇറച്ചി കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി വലിപ്പമുള്ള കക്ക ഇറച്ചി, തീരെ പൊടിയല്ല. കണ്ട ഇതിൻ്റെ അഴുക്കൊക്കെ നമ്മുടെ ഉമ്മക്കുട്ടി ഇപ്പം ഇതെല്ലാം ഞെക്കി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കും. അപ്പോഴത്തേക്ക് ഞാൻ മപ്പാസ് വെക്കാം. തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത്. എന്താ ഇത് പെട്ടെന്ന് ഇങ്ങനെ എടുത്തങ്ങ് കളഞ്ഞിട്ട് വൃത്തിയാക്കി ഉമ്മക്കുട്ടി ഇപ്പോൾ എടുത്തുകൊണ്ട് വരും. ഇച്ചിരി വലിപ്പമുള്ളതാണ്. കണ്ട തീരെ കുഞ്ഞ് കക്ക അല്ല. നമ്മൾ കരിമീൻ കുറേ ഏറെ ഉള്ളത് കൊണ്ട് തന്നെ 2 തേങ്ങ തിരുമ്മിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും കഴിക്കണം, അല്ലെങ്കിൽ ഉമ്മാക്കി ഇച്ചിരി കൊടുത്ത് വിടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടാണ്. ഇതിൻ്റെ 1-ാം പാല് ഞാനിപ്പോൾ ഒരല്പം കൈവെള്ളം തളിച്ചിട്ട് 1-ാം പാല് ഞാനിഞ്ഞ് പിഴിഞ്ഞെടുക്കും. അത് കഴിഞ്ഞിട്ട് 2-ാം പാലും എടുക്കും. എന്നിട്ട് നമ്മൾ മപ്പാസ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഞാൻ നേരത്തെ ഇതിൻ്റെ വിശദമായ വീഡിയോ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. മപ്പാസൊക്കെ ഉണ്ടാക്കാനും അണ്ടിപ്പരിപ്പ് നമ്മൾ അരയ്ക്കുമ്പോഴേ ഒന്ന് പൊടിക്കുക, നല്ലതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം മാത്രം ഒരല്പം വെള്ളം ഒഴിച്ചരച്ചാലും നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഞാനിപ്പോൾ ഇവിടെ നോക്കിയപ്പം നമ്മുടെ സാധാ പായസത്തിനൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അത് കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ എന്താ റോസ്റ്റ് ചെയ്തതാണ്. പക്ഷേ സാരമില്ല, ഞാൻ ഇതിലെ കുറച്ചങ്ങ് എടുത്ത് നന്നായിട്ട് പൊടിച്ചിട്ട് ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ നല്ല പേസ്റ്റ് പോലെ കിട്ടും. ചിലപ്പോൾ നമ്മൾ അല്ലാതെ കുതിർത്തിട്ടൊക്കെ അരച്ചാലും കഷ്ണമായിട്ട് കിടക്കത്തില്ലേ. ബീൻസ് പയർ മെഴുക്ക് വരട്ടുക. ഒത്തിരി എടുത്ത് അവിടെ ചിലവാകത്തില്ല. എല്ലാവർക്കും ഇന്ന് മപ്പാസ മതിയടാ, മതി, ഇത്രയും മതി. കാരണം ഇവരാരും രാത്രി ഇതൊന്നും കഴിക്കത്തില്ല. പിന്നെ എന്തിനാ വെറുതെ കുറേ എടുത്തിട്ട് കളയുക എന്നുള്ളതല്ലാതെ മതി, ധാരാളം. എന്തെടുക്കുക സനട്ടാ? ഉമ്മച്ചേച്ചി ജോലി ചെയ്യുന്നത് കാണുവാണോ? ഉമ്മച്ചേച്ചിക്ക് കൂട്ട് വന്നിരിക്കുക. കുഞ്ഞ് സ്റ്റൂളൊക്കെ ഇട്ട് വന്നിരിക്കുക. സനു ഓ വീണ അങ്ങ് വീഴട്ടെ. നോക്കി പഠിക്കുവാണോ കുഞ്ഞ്? ഇതൊക്കെ നോക്കി പഠിക്കുവാണോ? ഉമ്മച്ചേച്ചി പോവാ. ഉമ്മച്ചേച്ചി പോയാൽ നീയും പോവാണോ? ആദ്യം ഉലുവ പൊട്ടിച്ചു. സജി സോം കഫേ സുന്ദരി കുട്ടിയായിട്ടിരിക്കുക. കരിമീന് കണ്ടോ കിടക്കുക വച്ച് കള്ളി. ഇത് ഉമ്മി വരയണ്ടേ? അപ്പം മസാല പിടിക്കത്തില്ല. ഇഞ്ചി വെളുത്തുള്ളി ഇടുക. ഇനി ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പറയൂ എന്തായിരിക്കും ഇനി ഇതിൻ്റെ കൂടെ ഇടേണ്ടത്? കൊച്ചുള്ളി. സവാള ഇടരുത് അല്ലേ മീ? കൊച്ചുള്ളി തന്നെ വേണം. നീ സജി സോം കഫ ഇടുന്നത് കൊച്ചുള്ളി.
ആ എന്താ പിച്ചാത്തി ഞാൻ എടുത്തില്ലടാ, ഇവിടെ കാണും നോക്ക്. അല്പം മഞ്ഞൾപ്പൊടി നമ്മുടെ ആവശ്യത്തിന് കളറിനനുസരിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പെരുംജീരകം അതുപോലെ തന്നെ ഒരു അര സ്പൂണ് ഒന്ന് കളറിന് വേണ്ടിയിട്ട് മാത്രം മുളക് പൊടി, ഒരുപാട് എരിവുള്ള മുളക് പൊടി അല്ല, അതുകൊണ്ടാണ് ഞാൻ അര സ്പൂൺ ചേർത്തത്, അല്ലെങ്കിൽ 1/4 സ്പൂൺ ചേർത്താൽ മതി. 6 പച്ചമുളക് ഇല്ല, പച്ചമുളക് കിട്ടില്ല, അതുകൊണ്ട് ആ പിന്നീന്ന് ഒരു 3-4 പച്ചമുളക് ഇല്ല, ഇച്ചിരി ഏറെ പച്ചമുളക് ഇറങ്ങേണ്ടതോ ഇരിക്കുന്നു. നമ്മുടെ തക്കാളി നല്ലതുപോലെ നുടഞ്ഞ് ചേരട്ടെ. പിള്ളേരല്ലേ നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ എരിവൊന്നും ഇല്ലല്ലോ, ഒരു നുള്ള കളറിന് വേണ്ടി മാത്രം ഒരു പൊടി കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തത് കേട്ടോ. ബാക്കി നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, ഇവിടെ വലിയ എരിവില്ലാത്ത മുളക്, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഏറെ ഇട്ടത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇതാവട്ടെ. പുളി അങ്ങോട്ട് ഇട്ടു, എന്നാൽ അതിൽ നിന്നൊരു സ്പൂണിന് പോരിക്കും പെരുംജീരകപ്പൊടി, പുളി ഇട്ട് കൊടുത്തു. അത്രയും വേണ്ട, ഇച്ചിരി ഇടും, മതി മതി. അല്പം പെരുംജീരകപ്പൊടി ഇട്ട് കൊടുത്തു. നിങ്ങൾ ചിലർ ആരും അങ്ങനെ ചെയ്യാറില്ലായിരിക്കും, പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഉമ അപ്പുറത്തടുപ്പിലേക്ക് ഇടേണ്ട കക്കാറച്ചി റെഡിയാക്കുക. നമ്മുടെ കക്കാറച്ചി എല്ലാം എന്താ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചാൽ പുളിക്കട്ടി ഇതിന് പോയത്. ഇനി ഇതൊന്ന് വരയണം നമുക്ക്. ഇനി ഇതിലേക്ക് 2ാം പാല് ഞാൻ ദേ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. എല്ലാം പച്ചച്ചുവയൊക്കെ മാറി നല്ല അടിപൊളിയായിട്ടുണ്ട്. 1ാം പാല് 2ാം പാല് രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 2ാം പാൽ അങ്ങ് ഒഴിക്കുക. ഈ മട്ടർ ചേർക്കരുത്, നന്നായിട്ട് തിളച്ച് നമ്മുടെ 2ാം പാല് നല്ലതുപോലെ ഒന്ന് തിളച്ച് പറ്റട്ടെ, ഒന്ന് തിളക്കട്ടെ. ഇതൊന്ന് ഇതായിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ഒന്ന് വരഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇന്ന് പൊരിക്കുന്നില്ല, ഇന്നലെ എല്ലാം ഇഷ്ടം പോലെ പൊരിച്ച് എല്ലാവരും കൂട്ടിയതാണ്. ഇന്നതുകൊണ്ട് ഞങ്ങൾ മപ്പാസ് വയ്ക്കുകയാണ് കുട്ടികളെ. ഇതിപ്പോൾ പാത്രം തികയത്തില്ല, അതേ ഇരിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. അത്രയേ ഉള്ളൂ, അതേ നടക്കത്തുള്ളൂ. ഇളക്കാതിരുന്നാൽ മതിയല്ലോ. അല്ല, ഇനി 1ാം പാലും ഒഴിക്കണം. അതിന് എന്തെടുക്കാൻ പോയിനോ? അവിടെ വെക്കാം എടുക്കാം. നീ പൊരിച്ചില്ലെന്ന് പറഞ്ഞ് വഴക്കാവോ? പൊരിക്കാനെടുത്താൽ ഇതിൽ കറിക്ക് ഒരു ഇത് കിട്ടത്തില്ല. അല്ല, അത് കൊണ്ടുവെക്കുമ്പോൾ ഇനി വേണ്ട, കറിയില്ല. കാരണം അവർക്കും കൂടെ കൊടുക്കണമെങ്കിൽ ഉമ്മായ്ക്കും അസ്ലേമും ഉമ്മായും അവർക്ക് 3-4 കൊടുക്കണം. 1ാം പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരപ്പുകളിടും. മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടിക്കണം ഇടാം. നമ്മുടെ അതെടുക്കും മുളക് പൊടി. നമ്മുടെ കക്കാറച്ചിക്കുള്ള സംഭവം തക്കാളികളുണ്ടായി വേണ്ട അല്ലേ? മതി.
ഒന്നാം പാലങ്ങ് ഒഴിച്ച് കൊടുത്ത് കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇട്ടിളക്കത്തില്ല, ഒന്ന് ചുറ്റിച്ച് കൊടുക്കത്തതേ. നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. നമ്മുടെ അണ്ടിപ്പരിപ്പ് അരച്ചത് കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇളക്കത്തില്ല, എല്ലാം ഒന്നുകൂടി ഒന്ന് കറക്കത്തതേ ഉള്ളൂ. നമ്മുടെ കക്കായിറച്ചി റോസ്റ്റിൻ്റെ അകത്ത് കുരുമുളക് തട്ടുക, ജീരകപ്പൊടിയും കുരുമുളക്. ഞങ്ങൾ ഇതിൻ്റെ അകത്തൊന്നും പിന്നെ ഗരം മസാലയൊന്നും ചേർക്കത്തില്ല, ഇറച്ചിക്കൊക്കെ ചേർക്കത്തുള്ളൂ കേട്ടോ. നമുക്കിതിന് മെയിനായിട്ടും കുരുമുളക് പൊടിയാണ് കക്കായിറച്ചിക്കും ഞണ്ടിനും. നമ്മുടെ മപ്പാസ് ഇതേണ്ട ഞാൻ അടുപ്പങ്ങ് ഓഫാക്കുകയാണ്. ഒന്നാം പാൽ ഒഴിച്ചു, നമ്മുടെ അണ്ടിപ്പരിപ്പ് അതും അങ്ങ് ഒഴിച്ചു. ഇതാണ്ട നമ്മുടെ മപ്പാസ് ഇവിടെ. മീൻ പൊടിയാതിരിക്കണമെങ്കിൽ നമ്മൾ ഇളക്കുകയേ ചെയ്യരുത്. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിട്ടായാലും നമ്മുടെ എന്താ പറയുന്നത് അണ്ടിപ്പരിപ്പ് ഒഴിച്ചിട്ടായാലും ഒരുപാട് ഇളക്കി മറിക്കരുത്. ഇതിങ്ങനെ ആ പാത്രം ഒന്ന് എടുത്ത് ഒന്നുകിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക, അങ്ങനെ വേവട്ടെ. ഇച്ചിരി എല്ലാം അവിടെ ഇരുന്ന് പാത്രഭാഗമാകട്ടെ. എനിക്കൊരു അല്പം ഞാൻ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി എരിവിൻ്റെ ആൾക്കാരാണ്. അതിന് ഞാൻ ശരിക്കും നമ്മുടെ പച്ചമുളക് ശരിക്കും ഇട്ടിട്ടുണ്ടേ. മതി. മൂക്കട്ടെ ഒന്ന് തുടക്കണേ എൻ്റെ പൊന്നെ. ഇന്നലെ അവനെ കുഞ്ഞൻ പാലൊക്കെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഉമ്മ കഴിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഇച്ചിരി കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ. കൊള്ളാം കേട്ടോ, സൂപ്പറാ. നമ്മുടെ നമ്മുടെ കക്ക ഇറച്ചി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ മപ്പാസ് റെഡിയായിട്ടുണ്ട്. ഉമ്മച്ചാക്ക് കറിയുമായിട്ട് റുക്കും സുലുവും കൂടി പോയിട്ടുണ്ട്. ഞാൻ ചോറ് വിളമ്പുമ്പോഴത്തേക്ക് അവർ കൊണ്ട് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഓടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാരിയും പിന്നെ കുറച്ച് പള്ളത്തിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ഞങ്ങൾ അത് സെപ്പറേറ്റ് ഒന്ന് പൊരിച്ചെടുക്കുകയാണേ. മുട്ടൻ്റെ കാര്യം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്, കായൽ മീൻ കൊണ്ടുവന്ന കൂട്ടത്തിൽ. നമ്മുടെ മാതാപിതാക്കൾ അല്ലെ വീട്ടിൽ മുതിർന്നവർ ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ നമ്മുടെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായും നമ്മൾ അവരെ ഒന്ന് ഓർക്കണം. കാരണം നമ്മളെ വളർത്തി വലുതാക്കി നമുക്ക് വേണ്ടിയിട്ട്, സത്യം പറഞ്ഞാൽ നമ്മളെ വളർത്തുന്ന സമയത്ത് അവർ കഴിക്കത്തില്ല. ആ ഒരു നേരം കൂടെ വെച്ചിരുന്ന് നമുക്ക് തരാമെന്നുള്ള എൻ്റെ ഉമ്മ പിന്നെ വാപ്പ കഴിച്ചിട്ട് വെക്കുന്ന ബാക്കി മീമർത്തൊക്കെ ഉണ്ടല്ലോ, ഉമ്മ കഴിക്കത്തില്ല. ഞങ്ങൾ കഴിക്കാൻ പറഞ്ഞാലും ഉമ്മ കഴിക്കത്തില്ല. എന്തു പറയുമെന്നറിഞ്ഞു, എൻ്റെ മക്കൾക്ക് വൈകിട്ട് കൊടുക്കാം, രാത്രി കൊടുക്കാം. അപ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത്, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ അവർ കഴിച്ചോ അവർക്ക് കൊടുക്കും. ഞാനങ്ങനെയാണ്. എനിക്ക് ഒരു മീൻ കറി, എൻ്റെ വാപ്പ മരിച്ചുപോയി, എൻ്റെ വാപ്പാക്ക് ഇഷ്ടപ്പെട്ട ഒരു മീൻ മേടിച്ചാലും ഒരു മീൻ കറി വെച്ചാലും ഞാൻ അന്നേരം ഓർക്കും എൻ്റെ വാപ്പായ. കാരണം വീട്ടിൽ ഇനി എത്ര നല്ല കറികളുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ വാപ്പാക്ക് എൻ്റെ ചട്ടിയിലെ മീൻ കറിയാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോവും. നമ്മൾ എത്ര നാൾ അവർക്ക് കൊടുക്കാനാണ്. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ കൊടുക്കേണ്ടത്. അവർ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട. അവർ ജീവിച്ചിരിക്കുമ്പോൾ വയസ്സായവരുടെയൊക്കെ മനസ്സിൽ നല്ല ഫുഡ് കഴിക്കണം, നല്ല രുചിയായിട്ട് കഴിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമായിരിക്കും അവർക്ക്. വേറെ കുറേ പണം സമ്പാദിച്ചു കൂട്ടണമെന്നോ മറ്റൊന്നും അല്ലല്ലോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ കഴിക്കുന്ന നല്ല നല്ല ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം അവരെ ഓർക്കുക. അവർക്ക് പറ്റുന്നെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക. എൻ്റെ ഉമ്മച്ച ആദ്യമായിട്ട് ഷവർമ റോൾ എൻ്റെ ഭർത്താവ് വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ എൻ്റെ ഉമ്മ കരഞ്ഞു.
പാപ്പാടെ കാലത്തൊന്നും അവർ ജീവിച്ച കാലത്തൊന്നും ഷവർമ്മയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ അവരെ കൂടി ഒന്ന് ഓർക്കുക. നമ്മൾ നല്ല ഫുഡുകൾ കഴിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് തന്നു വളർത്തിയതാണ്. ഒരല്പം അധികം വന്നാലും അവരെടുത്ത് കഴിക്കില്ല, അത് വൈകിട്ടത്തേക്ക് നമുക്ക് വെച്ചേക്കും. അപ്പം നമ്മൾ ഇപ്പം ഉമ്മ ഇച്ചിരി ദൂരെയായി പോയിട്ട് അനിയത്തി നമ്മൾ റെയിൽവേ ക്രോസും കടന്ന് ഹൈവേയും കടന്ന് വേണം പോകാൻ. എങ്കിലും എൻ്റെ അടുക്ക ഞാൻ ഫുഡൊക്കെ കൊണ്ട് മേശപ്പുറത്ത് വിളമ്പി വെക്കുമ്പം എൻ്റെ വാപ്പ ഉള്ള സമയത്ത് ഞാൻ എൻ്റെ വാപ്പ ഇവിടെ വന്നോ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. വാപ്പാക്ക് തൃപ്തി ഇവിടെയാണ്. അപ്പം ഞാൻ പറയും വാപ്പാക്ക് ഇഷ്ടമുള്ള കറിയാ കഴിക്കാൻ പറഞ്ഞ് കഴിപ്പിക്കുമ്പം എന്നോട് എൻ്റെ ഭർത്താവ് ചോദിക്കും, നിനക്ക് വാപ്പ മാത്രമേ ഉള്ളൂ, നിൻ്റെ ഉമ്മയില്ലേ? ഉമ്മയ്ക്ക് കൊണ്ട് കൊടുത്താലും ഉമ്മയുടെ കൊച്ചുമക്കളൊക്കെ ഉണ്ട്, അവർക്കെല്ലാം വായി വെച്ച് കൊടുക്കും, മരുമക്കളുടെ എല്ലാം വായി വെച്ച് കൊടുക്കും. ഉമ്മയുടെ വയറ്റിലോട്ട് ചെല്ലത്തില്ല. അതിന് ഉമ്മ വൈകിട്ട് വരുമല്ലോ, അന്നേരം എൻ്റെ ഉമ്മക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ മാറ്റി വയ്ക്കും. അപ്പം അതുകൊണ്ടെന്താ, എൻ്റെ വാപ്പ മരിച്ച് ഇത്രയും വർഷമായിട്ടും ഉണ്ടല്ലോ, ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. നമ്മൾ അത് കൊടുത്തില്ലല്ലോ, അയ്യോ എൻ്റെ വാപ്പ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ അത് കൊടുത്തില്ലല്ലോ, ഇത് കൊടുത്തില്ലല്ലോ, അതൊന്നും ഓർത്ത് നമുക്ക് പിന്നെ ഇഷ്ടമുള്ള കറികളൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ അവരെ ഓർക്കും. അപ്പോൾ എൻ്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾ കരുതുക. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് അമ്മായിയമ്മയായിക്കോട്ടെ, അമ്മായിയപ്പനായിക്കോട്ടെ, നമ്മുടെ വാപ്പായുമ്മയോ ആയിക്കോട്ടെ, നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയതുപോലെ തന്നെയാണ് അവരെയും കഷ്ടപ്പെട്ട് നമുക്ക് വളർത്തി വലുതാക്കി തന്നു. ഒരു സുപ്രഭാതത്തിൽ ഇനിയും കിട്ടിയതല്ലല്ലോ നമുക്ക്. അവരും ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ നമുക്കും വളർത്തി അവരെ വിട്ടു തന്നത്. എൻ്റെ അമ്മായിയമ്മ, എൻ്റെ ഉമ്മ, ഞാൻ ഉമ്മ എന്നാണ് വിളിക്കുന്നത്, എൻ്റെ ഉമ്മയ്ക്ക് ഇഷ്ടമുള്ള ഏത് കറി ഇവിടെ വെച്ചാലും വെള്ളപ്പൊക്ക സമയത്താണെങ്കിലും എൻ്റെ മോനെ പപ്പാടെ ഉമ്മക്ക് കൊണ്ട് കൊടുക്കാൻ പാപ്പമായ ജീവനെ ഇവന്. കഴുത്തറ്റം വെള്ളത്തിൽ നീന്തിപ്പോയി എൻ്റെ പൊന്നുമോൻ കൊണ്ട് കൊടുത്തിട്ട് വരും. എന്തുണ്ടാക്കിയാലും ഞാൻ കൊടുത്തു വിടും ഉമ്മയ്ക്ക്. അവനൊരു മടിയില്ല, കൊണ്ടുപോകും പള്ളിപ്പാട്ട്. അവൻ്റെ വാപ്പുമ്മാക്ക്, എൻ്റെ വീടടുത്തായതുകൊണ്ട് എൻ്റെ വാപ്പാക്കും എൻ്റെ ഉമ്മാക്കും എൻ്റെ സഹോദരങ്ങൾക്കും ഇവിടെ വന്ന് കഴിക്കാൻ എടുക്കാം. മൂത്തടാ ആ. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാ ഓരോരുത്തരും, നമ്മളിനിയിപ്പോൾ അവർ മാതാപിതാക്കൾ അല്ലെ അവരും നമ്മളോട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഓർത്ത് നമ്മൾ വൈരാഗ്യപ്പെട്ട് അവരെത്ര നാളത്തെ കൊണ്ടെന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. അത് നമ്മളാണോ അവരാണോ മുന്നേ പോണേന്ന് അറിയത്തില്ല, എന്നാൽ പോലും നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടല്ലോ. നമ്മൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിത് ചെയ്തു അത് ചെയ്തു, സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊടിയുന്ന മീനുകളൊക്കെ ഉണ്ടല്ലോ, ഈ ദുർബലരായ കരിമീൻ പോലുള്ള മീനുകൾ എടുക്കുമ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരിച്ചിരി മലർന്ന പാത്രം ഉണ്ടല്ലോ അതിലേ വിളമ്പാവും. കാരണം എന്താണെന്ന് പറയാൻ, നമ്മൾ കുഴിഞ്ഞ പാത്രത്തിൽ വിളമ്പുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കോരി നമ്മൾ പാത്രങ്ങളിലേക്ക് പകരുകയാണ്. ആവശ്യത്തിനുള്ള കുറുക്കവേ ഉള്ളൂ. കണ്ടോ, ഞാൻ ഒരുപാട് കുറുറ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് അതിൻ്റെ പാകത്തിനാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇനി നമുക്ക് കറിയും കൂടി ചാറും കൂടി ഒഴിക്കുമ്പോഴേക്കും പൊടിയത്തില്ല മീൻ. കണ്ടോ, ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഞാനൊരല്പം പെരിഞ്ജീരകപ്പൊടി ചേർക്കും കേട്ടോ. മപ്പാസിന് ആരും അങ്ങനെ ചേർക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചേർക്കും കേട്ടോ. അത് നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് കടിച്ച് ചെറിയ ഉള്ളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ മൊത്തത്തിൽ ഒരു പാത്രത്തിലോട്ട് പോരാതെ, കാരണം പൊടിയും, അതുകൊണ്ടാണേ. നമ്മൾ ഈ കുഞ്ഞു മക്കളെ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ വേണം ഇത്തരം മീനുകളൊക്കെ നമ്മൾ വിളമ്പി എടുക്കുന്നത് പോലും എനിക്കും നോവരുത്, എൻ്റെ അമ്മയ്ക്കും നോവരുത് എന്നും പറഞ്ഞിട്ട് വേണം. അയ്യോ എനിക്ക് വയ്യ, എൻ്റെ വർത്താനം കേട്ടിട്ട് നിങ്ങൾക്ക് ചിരി വരില്ല. ചിലർ പറയുവേ വർത്താനം കേട്ട് ചിരിച്ചു മരിച്ചു എന്ന് പറയും. നമ്മുടെ നാടൻ ഭാഷകളാണ് ഇതൊക്കെ കേട്ടോ. നമ്മൾ നാടനല്ലേ, നമ്മൾ നാടനാണ്. അമ്മേ, ഇതിൻ്റെ മുട്ടയുണ്ടല്ലോ, ദേ ഈ തേടിൻ്റെ മുട്ട ഞാൻ ഓഫാക്കുക, അത് പൊട്ടിത്തെറിക്കും. കൊച്ചു തേടും കുഞ്ഞുണ്ടായിരുന്നു അതിൽ. വേണ്ട, ചാറൊക്കെ അങ്ങോട്ട് ഒഴിച്ച്, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൊടിഞ്ഞു പോകും. നമ്മൾ ഈ കുഴിഞ്ഞ പാത്രത്തിലേക്ക് കോരിക്കഴിഞ്ഞാൽ പൊടിയും. നിങ്ങളൊക്കെ എങ്ങനെയാണ്, ഇങ്ങനെ തന്നെയാണോ വെക്കുന്നത്? ഒരുപാട് വ്യത്യാസം കാണും. ഓക്കെ, നമ്മളിങ്ങനെയാണ് കേട്ടോ. എൻ്റെ ഈ മപ്പാസ് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ മക്കൾക്കും എൻ്റെ സഹോദരങ്ങളിൽ മിക്ക പേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
ഒരുപാട് മഞ്ഞപ്പൊടിയൊന്നും മരിയിട്ടിട്ടില്ല, ആവശ്യത്തിന് മാത്രം. ഇനി ഇത് വിളമ്പി പാത്രത്തിലേക്ക് വെക്കുമ്പോൾ പൊടിയാതെ എടുക്കുന്നവർ സൂക്ഷിച്ചാൽ അടിപൊളി. നല്ല ടേസ്റ്റുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റ്. എൻ്റെ മോൻ പറഞ്ഞു, ഉമ്മി ഒന്നും പറയാനില്ല അമ്മി, ഞാൻ വെച്ച കറിക്ക് ഞാൻ തന്നെ, നമ്മുടെ ഉമ്മയെല്ലാം സഹായിച്ചു തരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഹെൽപ്പറാണ് കേട്ടോ. ഉമ്മയുണ്ടെന്നും പറഞ്ഞ് ഞാൻ പോയി ഒരിടത്ത് കാലും കയറ്റി ഇരിക്കുമല്ല. ഉമ്മ ഒരു ജോലി ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ അപ്പുറത്തത് ചെയ്തെങ്കിലേ നമുക്ക് രുചിയായിട്ട് എൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതിനനുസരിച്ച് ചെയ്യണമെങ്കിൽ ഉമ്മയെ അത് ഇത് ചെയ്യുന്ന നിർദ്ദേശം കൊടുത്തേച്ച് ഞാൻ പോയി ആട്ടുതൊട്ടിലിരുന്ന കാര്യം നടക്കുമോ? എൻ്റെ മക്കൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ അവരങ്ങ് പോകും. അന്നേരം അയ്യോ ഇപ്പം തന്നെ എൻ്റെ അൻസർമോൻ വന്ന് പോയിട്ട് എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാഞ്ഞ സങ്കടം എനിക്കിപ്പോഴും തീർന്നിട്ടില്ല. കാരണം കുഞ്ഞു വരുന്ന സമയത്ത് ഇവിടെ പിന്നെ പെയിൻ്റടി നടന്നുകൊണ്ടിരിക്കുക, തിരക്കിൻ്റെ അകത്തായിരുന്നു. നമ്മുടെ കരിമീൻ മപ്പാസ്. ഓരോ സ്ഥലത്തും കറികളൊക്കെ ഉണ്ടാക്കുന്നതിൽ ചേരുവകളിലും രുചിയിലും ഒക്കെ വ്യത്യാസങ്ങൾ കാണും. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ കരിമീൻ മപ്പാസ് റെഡിയായിട്ടുണ്ട്. പതിവ് പോലെ ഞാനും ഉമ്മയും കൂടി എല്ലാം വിളമ്പി കൊണ്ടുവന്ന് വെച്ചിട്ട് ഓരോരുത്തരെയും വിളിക്കുകയാണ് കിടന്ന്. നമ്മളിതുണ്ടാക്കി വെക്കുന്നതല്ല, കഷ്ടപ്പാട് ഈ വീട്ടിലെന്നല്ല, നമ്മൾ സ്ത്രീകളെല്ലാം നേരിടുന്ന ഒരു പ്രധാന വിഷയമാണിത്. നമ്മൾ മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് അടുക്കളയിൽ നിന്നെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി മേശപ്പുറത്ത് വിളമ്പി വെച്ചാൽ മക്കളെ വാ, ഭർത്താവേ വാ, എല്ലാവരും വന്ന് കഴിക്കും, ഊപ്പാട് വരുമില്ലേ. ഇരുന്നു ഉമ്മക്കുട്ടാ പാത്രം ഇഞ്ഞെടുക്കും. ഉറുക്കമ്മേ മോനെ പാത്രം എടുക്കടി. അതാ ഞാൻ അതിൽ നിന്ന് തിരിഞ്ഞു പിറക്കി എൻ്റെ മോന് വേണ്ടിയിട്ടാണ് പള്ളത്തി എടുത്ത് മാറ്റിയത്. എന്നാ റുക്കുവിനും കൂടെ ഉണ്ട് ചോറ്. റുക്കുവേ വാടി. ശാലമോ ആവന്നെ, ഞാൻ പിള്ളേർക്ക് വാരി കൊടുത്തോളാം, നിങ്ങൾ വന്ന് കഴിച്ചോ. ഞാൻ കൂടുതൽ എടുക്കരുത്, ഇങ്ങോട്ട് വന്ന് മരിയ. രാവിലെ നമ്മുടെ ഇഡ്ഡലിയുടെ സാമ്പാറുണ്ടല്ലോ, സാമ്പാറും ഉണ്ട്. ഇരുന്ന ശാലിക്കുട്ടാ, റുക്കമ്മ ഇരിയടാ. ചോറ് ഞാൻ കൊണ്ട് തരാം, നിങ്ങൾ കഴിയും. ഉമ്മ അവിടെ തുടക്കുക. അതേ പിള്ളേർക്ക് വേണമെങ്കിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടേ, കക്ക ഇറച്ചി. കിട്ടിയില്ലേ? അയ്യോ, ആ നമ്മൾ വീശാൻ പോയ പിള്ളേര് കമന്റ് ഇട്ടിരിക്കുന്നേ. ഒരു ആരാണ്ട് ആണോ? പിന്നെ എന്നോട് ചോദിച്ചേ പിന്നെ സ്ഥലം എവിടെയാണെന്ന് ആരോ ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ച് നമ്മുടെ വീടാണെന്ന് ചൊല്ലി ഞാൻ പറഞ്ഞ് ഹരിപ്പാടാണെന്ന് പറഞ്ഞേ. ഉടനെ അവൻ പറഞ്ഞു ഞങ്ങളുടെ ഗിഫ്റ്റ് ആയിരുന്നു, ഞങ്ങൾ വീശി കൊടുത്തതാണ്, വലിയരുമ്പുഴ മാവേലിക്കര വലിയരുമ്പുഴ പാലത്തിനടുത്തുള്ള ആറ്റുകടവാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. എന്നാ പിന്നെ വാ 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 വാ, ഓരോരുത്തരായിട്ട് ഓടി വാ. അമ്മയുടെ പൊന്നുമക്കൾ വന്നു. എന്നാ എന്നാ എൻ്റെ കുഞ്ഞനാ എടുക്കാൻ, എൻ്റെ പൊന്ന്. എന്നാ എൻ്റെ പൊന്നുമോനും ഇവിടെ കാല് കിഴക്കുന്നു, നിങ്ങളുടെ കൂടെ നടന്ന് എന്താ പോയി ഓടി. അവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. കണ്ട എല്ലാം ഇപ്പുറത്ത് വന്നിരിക്കുക ആട്ടുമാമയെ കാണാൻ. ഇങ്ങോട്ട് വാ എൻ്റെ പൊന്നിങ്ങോട്ട് വന്നേ. എന്നാ ആച്ചി ഈ ചോറ് താഴെ പോവും, ആച്ചിയിട്ട് അനങ്ങാതെ നിൽക്കുക ആച്ചി പൊന്നെ. എന്നാ എൻ്റെ കുഞ്ഞനാ ഫസ്റ്റ് അടിക്കാൻ വന്നത്. സ്പൈഡർമാനെ എന്നാ കണ്ട് റുക്കു വന്ന് നിന്നെ കൊല്ലും ഇങ്ങനെ. ഇച്ചിരി മണ്ണി കളിച്ചോട്ടെ, സാരമില്ല. വേണ്ട, നിന്റെ മമ്മ എന്താ നിറുകെ കയറിയോ? എടാ അടങ്ങി നിന്ന് കഴിക്കടാ അഹങ്കാരി. എൻ്റെ കുഞ്ഞനൊന്ന് കാണിച്ചു കൊടുത്തേ, ആടിനെ ഒന്ന് കാണിച്ചു കൊടുത്തേ. എൻ്റെ പൊന്ന് കഴിക്കുന്നത് ആടാ വേണ്ടത്, എൻ്റെ മോൻ കഴിക്കുന്നുണ്ടോ? മക്കള് പാത്രടാ കൊണ്ടുവച്ച സാമ്പാറും മാമ്പഴ പുളിശ്ശേരി അതുപോലുണ്ട്. കണ്ട പാത്രം കണ്ട് നമ്മുടെ പിന്നെ എന്താ പറയുന്ന മപ്പാസ് വെച്ച പാത്രം എന്താ വടിച്ച് നക്കിയിട്ട് പോയിട്ടുണ്ട്. വേറെ ഇരിപ്പുണ്ട്, ഒരു പാത്രത്തിൽ അത്രയുണ്ട്. അപ്പോൾ അതാണ്ട ഇതാണ് വിശേഷങ്ങൾ. അയ്യോ ഈ മുട്ട തിന്നാൻ നീ എന്താ തേടിൻ്റെ
അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഞാൻ ഫുഡൊക്കെ വാരി കൊടുത്തു. ഇനി ഞാനും കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ വീഡിയോയും ഇവിടെ തിരികെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.